നമസ്കാരം. ഇസ്രായേലിനെ സഹായിച്ച് അമേരിക്ക ഇതാ പാപ്പരായിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി നിരന്തരം യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനെ താങ്ങിയത് മുഴുവൻ അമേരിക്കയാണല്ലോ. ഇപ്പോൾ ആയുധങ്ങൾക്കും യുദ്ധ സാമഗ്രികൾക്കും ക്ഷാമം നേരിടുകയാണ് അതേ അമേരിക്ക. ഇറാനുമായി ഇസ്രായേൽ ഒരുക്കിയ യുദ്ധത്തിലും നഷ്ടം മുഴുവൻ സംഭവിച്ചത് അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന് ഓർക്കണം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇറാനിൽ നിന്നും വലിയൊരു ആക്രമണം വന്നാൽ പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് ലോകത്തുയരുന്നത്. അതിന്റെ ഉത്തരം സംശയമാണ് എന്നത് തന്നെയാണ്. അതായത് അത്രത്തോളം നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിച്ചിരിക്കുന്നു. ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങൾ പോലും തകർന്നു വീണത് യുദ്ധകളത്തിൽ നേരിട്ട അപ്രതീക്ഷിത പരാജയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ യുദ്ധങ്ങൾക്ക് വേണ്ടി വിഭവങ്ങൾ ചെലവഴിച്ച് സാമ്പത്തികമായും സൈനികമായും പാപ്പരായതുകൊണ്ടോ ആണ് എന്നത് സോവിയറ്റ് യൂണിയൻ തന്നെ ഉദാഹരണം എടുക്കാവുന്നതാണ്. ഇന്ന് സമാനമായ ഒരു ചരിത്ര സന്ധിയിലൂടെയാണോ ലോകത്തിലെ ഏക വൻശക്തിയായിട്ടുള്ള അമേരിക്ക കടന്നു പോകുന്നത്? വലിയ ചോദ്യമാണ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കറുത്തു ഉരുളുമ്പോൾ പുറത്തു വരുന്ന പുതിയ കണക്കുകളും റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത് തികച്ചും ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ തന്നെയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തെ കണ്ണടച്ച് സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട അമേരിക്കൻ വൻശക്തി ഇപ്പോൾ സ്വന്തം ആയുധ ശേഖരം പോലും ശൂന്യമായി പോകുന്ന അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ദശകങ്ങളായി ലോകത്തിന്റെ പോലീസ് ചമയുന്ന ഒരു വൻശക്തി സ്വന്തം സഖ്യകക്ഷിയെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ തങ്ങളുടെ സ്വന്തം പ്രതിരോധ കവചങ്ങളിൽ പോലും വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നത് ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. പശ്ചിമേഷ്യൻ മണ്ണിൽ മാസം തോറും ശതകോടിക്കണക്കിന് അമേരിക്കൻ പണം വെന്തുരുകുകയാണ്. ഇസ്രായേലിനെ സംരക്ഷിച്ച് അമേരിക്ക സ്വന്തം മാതൃരാജ്യത്തിന്റെ സുരക്ഷ പോലും അപകടത്തിലാക്കുകയാണോ എന്ന അടിയന്തരമായിട്ടുള്ള ചോദ്യമാണ് ഇന്ന് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായിട്ടുള്ള പെന്റഗണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. മാസങ്ങളായി പശ്ചിമേഷ്യയിൽ തുടരുന്ന ശക്തമായ സംഘർഷം ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു അപകടഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു വശത്ത് ഇസ്രായേലും മറുശക്തിയായി ഇറാനും ഇറാൻ അനുകൂല സായുധ സംഘങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയുമുണ്ട്. ഇറാനും ഹൂതികളും തൊടുത്തുവിടുന്ന ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞു നിർത്താൻ ഇസ്രായേലിന്റെ സ്വന്തം പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൺ ഡോമിനോ ആരോ മിസൈലുകൾക്കോ ഒറ്റയ്ക്ക് കഴിയുന്നില്ല എന്ന കാര്യവും നമ്മൾ തിരിച്ചറിഞ്ഞു. ഇവിടെയാണ് രക്ഷകന്റെ കുപ്പായമിട്ട് അമേരിക്കൻ നാവികസേനയും അതുപോലെ തന്നെ വ്യോമസേനയും നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. യുദ്ധം നടക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലാണെങ്കിലും ഇസ്രായേലിന് നല്ല പങ്കുണ്ടല്ലോ. ഇസ്രായേലിന് പ്രതിരോധ കവചം ഒരുക്കാൻ അമേരിക്ക തങ്ങളുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഗൾഫ് മേഖലയിലും മെഡിറ്ററേനിയൻ കടലിലും സർവ്വസജ്ജമാക്കി വിന്യസിച്ചു. എന്നാൽ അവർ അന്ധമായി ഏറ്റെടുത്ത ഈ ദൗത്യം ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തിന്റെ അടിത്തറ തന്നെ ഇളക്കിയിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം യൂറോപ്പിലെയും നാറ്റോയിലെയും അമേരിക്കൻ സേനയുടെ പരമോന്നത കമാൻഡർ ആയിട്ടുള്ള ജനറൽ അലക്സസ് ഗ്രീൻകെവിച്ച് പെന്റഗണിന് നൽകിയ ഒരു രഹസ്യ കത്ത് അമേരിക്കൻ ഭരണകൂടത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കൻ യൂറോപ്യൻ കമാൻഡിന്റെ മേധാവിയായ അദ്ദേഹം പങ്കുവെച്ച മുന്നറിയിപ്പ് വാഷിംഗ്ടണിന്റെ യഥാർത്ഥ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറന്നു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ടിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ തടയാൻ നിലവിലുള്ള അമേരിക്കൻ നാവിക വിന്യാസം തികച്ചും അപര്യാപ്തമാണ് എന്നാണ് അദ്ദേഹം ലോക മേധാവികളെ അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിനായി അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ആയുധങ്ങളും ഇത്തരത്തിൽ തുടർച്ചയായി ചെലവഴിച്ചാൽ വരും ദിവസങ്ങളിൽ സ്വന്തം മാതൃരാജ്യമായ അമേരിക്കയുടെ സുരക്ഷ ഉറപ്പാക്കണോ അതോ ഇസ്രായേലിനെ രക്ഷിക്കണോ എന്ന് തങ്ങൾ തീരുമാനിക്കേണ്ടി വരുമെന്നാണ് ഈ മുതിർന്ന ജനറൽ തുറന്നടിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സഹായിച്ച അമേരിക്ക ഇല്ലാതായിരിക്കുന്നു. ഇതൊരു ചെറിയ സൈനിക നിരീക്ഷണമൊന്നുമല്ല. സ്വന്തം പൗരന്മാരുടെ സുരക്ഷയേക്കാൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അമേരിക്കൻ ഭരണകൂടം മുൻഗണന നൽകേണ്ടി വരുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ പുറത്തു വരുന്നത്. വൈറ്റ് ഹൗസിന്റെ വിദേശ നയത്തിന്റെ അപജയമാണ് ഇത് കാണിക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ കൈവിട്ട് ഒരു വിദേശ രാജ്യത്തെ രക്ഷിക്കാൻ പോകുന്ന ഈ വഴി തികച്ചും വിനാശകരമാണെന്ന് അമേരിക്കൻ സൈനിക വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പക്ഷെ ആരോട് പറയാൻ, ആര് കേൾക്കാനല്ലേ? അതുകൊണ്ടായിരിക്കും ചില വിള്ളലുകൾ ഈയിടെ വന്നത്. ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതിലൂടെ അമേരിക്ക അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ആയുധ ശേഖരത്തിലെ വൻ ചോർച്ച തന്നെയാണ്. യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ഇസ്രായേലിന്റെ വ്യോമസീമ കാക്കാൻ അമേരിക്ക തങ്ങളുടെ ഏറ്റവും അത്യാധുനിക പ്രതിരോധ ആയുധങ്ങൾ തന്നെയാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്രിയറ്റ് PAC-3 ഇന്റർസെപ്റ്ററുകൾ, താഡ് മിസൈലുകൾ, നാവികസേനയുടെ ഏഗിസ് കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കുന്ന SM-3, SM-6 മിസൈലുകൾ, ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിലെ യഥാർത്ഥ കണക്കുകൾ കേട്ടാൽ എന്തായാലും ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും. യുദ്ധത്തിന് തൊട്ടു മുൻപ് അമേരിക്കൻ സൈന്യത്തിന്റെ പക്കൽ 2400ഓളം പേട്രിയറ്റ് മിസൈലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാനും പശ്ചിമേഷ്യയിലെ ഏറ്റുമുട്ടലുകൾക്കുമായി ഈ ആയുധങ്ങൾ പ്രയോഗിച്ചതോടെ
ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ ശേഷിക്കുന്നത് വെറും 700ഓളം പേട്രിയറ്റ് മിസൈലുകൾ മാത്രമാണ്. എത്രത്തോളം വലിയ മാറ്റമാണ്, എത്രയും കണക്കിൽ എന്തൊരു വലിയ മാറ്റമാണെന്ന് ശ്രദ്ധിക്കൂ. അതായത് തങ്ങളുടെ ആകെ പേട്രിയറ്റ് ശേഖരത്തിന്റെ 65%-ലധികവും ഏതാനും മാസങ്ങൾ കൊണ്ട് അമേരിക്ക കത്തിച്ച് ചാമ്പലാക്കിയിരിക്കുന്നു. സമാനമാണ് താഡ് മിസൈലുകളുടെ അവസ്ഥയും കേട്ടോ. ബഹിരാകാശത്തിന് തൊട്ടടുത്ത് വെച്ച് ശത്രു മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള 450ഓളം താഡ് മിസൈലുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പകുതിയിലധികം മിസൈലുകളും തീർന്നു പോയിരിക്കുന്നു. ഇനി ശേഷിക്കുന്നത് 200-ലധികം മിസൈലുകൾ മാത്രമാണ്. ഒരു വലിയ വൻ ശക്തിയായ അമേരിക്കയുടെ ആയുധപുര ഇത്രയും പെട്ടെന്ന് ശൂന്യമായ ചരിത്രം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം ഈ മിസൈലുകൾ സാധാരണ വെടിയുണ്ടകൾ പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവയല്ല എന്ന യാഥാർത്ഥ്യമാണ്. എക്സ്ട്രീം പ്രൊസിഷൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു പേട്രിയറ്റ് മിസൈലോ താഡ് മിസൈലോ നിർമ്മിച്ചെടുക്കാൻ പ്രതിരോധ കമ്പനികൾക്ക് മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും ആവശ്യമാണ്. അമേരിക്കയിലെ കമ്പനികൾക്ക് ഒരു വർഷം മുഴുവൻ പ്രവർത്തിച്ചാൽ 500-600 പേട്രിയറ്റ് മിസൈലുകൾ മാത്രമാണ് നിർമ്മിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിനെ കാക്കാൻ വേണ്ടി അമേരിക്കൻ സൈന്യം വെറും 5 ദിവസത്തിനുള്ളിൽ 800-ലധികം മിസൈലുകളാണ് വിക്ഷേപിച്ചത് എന്നത് ഓർക്കണം. വർഷങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ആയുധങ്ങൾ ദിവസങ്ങൾ കൊണ്ട് യുദ്ധകളത്തിൽ തീർന്നു പോകുന്നു. ഈ വിടവ് നികത്താൻ അമേരിക്കൻ പ്രതിരോധ മേഖലയ്ക്ക് ഇനി വർഷങ്ങളുടെ അധ്വാനം തന്നെ വേണ്ടതായി വരും. അമേരിക്കൻ നാവികസേന നേരിടുന്ന കടുത്ത പ്രതിസന്ധിയാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം. റെഡ് സീയിലും കിഴക്കൻ മെഡിറ്ററേനിയനിലും വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ ഡിസ്ട്രോയർ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ വിറയ്ക്കുകയാണ്. സ്പെയിനിലെ നാവിക താവളത്തിൽ നിന്നും തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് മാറ്റിയ ഈ കപ്പലുകളിൽ നിന്ന് നിരന്തരം പ്രയോഗിച്ച കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന SM പരമ്പരയിലെ മിസൈലുകൾ ഇപ്പോൾ തീരാറായിരിക്കുകയാണ്. കപ്പലുകൾ അവിടെയുണ്ട്, എന്നാൽ ശത്രുക്കൾ അയക്കുന്ന മിസൈലുകളെ തകർക്കാനുള്ള ആയുധങ്ങൾ ആ കപ്പലുകളിൽ ഇല്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സാഹചര്യം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന സൈനിക ക്ഷീണം നിസ്സാരമല്ല. ഇസ്രായേൽ നൽകുന്ന ഓരോ ആഹ്വാനത്തിനും അനുസരിച്ച് തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ വഴിതിരിച്ചു വിടുമ്പോൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അമേരിക്ക വൻ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ചൈനയും റഷ്യയും ഇതിൽ നിന്നും വലിയ നേട്ടമുണ്ടാക്കുന്നു. തായ്വാൻ അടക്കമുള്ള ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റം തടയാൻ അമേരിക്കൻ സൈന്യം കരുതി വെച്ചിരുന്ന മിസൈലുകളും അതുപോലെ തന്നെ നാവിക കപ്പലുകളുമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന് വേണ്ടി വെറുതെ പാഴാക്കി കളയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചൈനയുമായി പെട്ടെന്നൊരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായത്ര ഉയർന്ന നിലവാരമുള്ള മിസൈലുകൾ അമേരിക്കയുടെ പക്കൽ ഇനി ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് ഇതോടുകൂടി പുറത്തോട്ട് വരുന്നത്. യൂറോപ്പിൽ റഷ്യക്കെതിരെ പൊരുതുന്ന ഉക്രൈന് നൽകേണ്ട ആയുധ സഹായത്തെയും ഈ ഇസ്രായേൽ പ്രേമം ബാധിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. അതായത് ഉക്രൈന് പേട്രിയറ്റ് മിസൈലുകൾ നൽകാൻ അമേരിക്ക മടിക്കുന്നത് സ്വന്തം ശേഖരത്തിൽ ഇനി ഒന്നും ബാക്കിയില്ലാത്തത് കൊണ്ടാണ്. ഇസ്രായേലിന് പ്രഥമ പരിഗണന നൽകിയപ്പോൾ ഉക്രൈനും മറ്റ് നാറ്റോ സഖ്യകക്ഷികളും ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി. വിദേശ രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി സ്വന്തം ആയുധശാലകൾ വറ്റിച്ച അമേരിക്കയ്ക്ക് ഇപ്പോൾ ജർമ്മനിയും പോളണ്ടും അടക്കമുള്ള സഖ്യരാജ്യങ്ങളോട് മിസൈലുകൾ കടം ചോദിക്കേണ്ട ഗതികേട് പോലും വന്നു ചേർന്നിരിക്കുന്നു. ഇതിന് പുറമെയാണ് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന വലിയ ആഘാതത്തെ കുറിച്ച് പറയേണ്ടത്. ഒരു ഇസ്രായേലി ലക്ഷ്യത്തിലേക്ക് ഇറാനോ ഹൂതികളോ അയക്കുന്നത് വെറും 5000-ഓ 10,000-ഓ ഡോളർ മാത്രം വിലയുള്ള ഡ്രോണുകളോ മിസൈലുകളോ ആണ്. എന്നാൽ അത് തടയാൻ അമേരിക്ക പ്രയോഗിക്കുന്നത് തങ്ങളുടെ 40-50 ലക്ഷം ഡോളർ വീതം വിലയുള്ള അത്യാധുനിക മിസൈലുകളും. ചുരുക്കി പറഞ്ഞാൽ ലക്ഷങ്ങളുടെ വിലയുള്ള ശത്രുവിന്റെ ആയുധം തകർക്കാൻ കോടികളുടെ ആയുധം അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നു. ഈ സാമ്പത്തിക നഷ്ടം ഒടുവിൽ ചെന്നെത്തുന്നത് അമേരിക്കൻ നികുതിദായകരുടെ തലയിലാണ് എന്ന കാര്യം മറക്കരുത്. ജനരോഷത്തിനാണ് ട്രംപിന് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ പണപ്പെരുപ്പവും സാമ്പത്തിക പ്രയാസങ്ങളും നേരിടുമ്പോൾ വിദേശ രാജ്യത്തെ യുദ്ധത്തിന് വേണ്ടി തങ്ങളുടെ നികുതി പണം കടലിലേക്ക് ഒഴുക്കുന്നത് അമേരിക്കൻ ജനതയ്ക്കിടയിലും വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു യുദ്ധകൊതിയനാണ്. ഇസ്രായേലിന്റെ ആക്രമണോത്സുകമായ യുദ്ധതന്ത്രങ്ങൾക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതിലൂടെ അമേരിക്ക ആഗോള നയതന്ത്ര തലത്തിലും ഒറ്റപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി അമേരിക്കൻ വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഇസ്രായേൽ സമാധാന ചർച്ചകൾക്കോ വെടിനിർത്തലിനോ തയ്യാറാകാതെ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഇത് അമേരിക്കയെ തങ്ങളുടെ ഇഷ്ടമില്ലാത്ത യുദ്ധങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചിഴക്കുന്നു. പെന്റഗൺ ഇപ്പോൾ പുതിയ കരാറുകൾ നൽകി ശതകോടി ഡോളറുകൾ പ്രതിരോധ കമ്പനികൾക്ക് ഒഴുക്കി ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വലിയ ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ തകർന്ന പ്രതിരോധ ശേഖരം മുൻപത്തെ പോലെ ആക്കി മാറ്റാൻ കുറഞ്ഞത് 3-4 വർഷത്തെ കഠിനാധ്വാനം തന്നെ വേണം. അതിനിടയിൽ ലോകത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കൻ സൈന്യത്തിന് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ പോലും പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകണ്ട എന്ന ട്രംപിന്റെ തീരുമാനത്തിന് പിന്നിലും പ്രവർത്തിച്ച ഘടകം ഇതാണ്.
സഖ്യകക്ഷിയായി ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് ഒടുവിൽ സ്വന്തം സൈനിക വീര്യത്തിലും സാമ്പത്തിക ഭദ്രതയിലും മാതൃരാജ്യത്തിന്റെ സുരക്ഷയിൽ പോലും കനത്ത മുറിവുകൾ ഉണ്ടാക്കിയ അമേരിക്കയുടെ കഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധശാല എന്ന് അഹങ്കരിച്ച വൻ ശക്തിയെ വെറും ഒരു പ്രാദേശിക യുദ്ധം കൊണ്ട് പാപ്പരാക്കി മാറ്റാൻ കഴിയുമെന്ന് ചരിത്രം ഇതാ ഇവിടെ തെളിയിച്ചിരിക്കുന്നു. ഇസ്രായേലിനായുള്ള ഈ അസമമായ പ്രണയവും പിന്തുണയും ഒടുവിൽ ആഗോള ഭൂപടത്തിൽ അമേരിക്കയുടെ ആധിപത്യത്തിന്റെ തകർച്ചയ്ക്കുള്ള തുടക്കമാകുമോ എന്ന് കാലം തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.